നമസ്കാരം. നമ്മളിന്നുള്ളത് വാഴത്തോട്ടത്തിലാണ്, വയനാട് ജില്ലയ്ക്ക് അടുത്താണ്. നമുക്ക് ഈ വാഴത്തോട്ടത്തിൽ ഇപ്പം കുറച്ച് ഇഷ്യൂ, അതായത് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നമായിട്ട് എല്ലാ സ്ഥലത്തും വരുന്ന ഒരു പ്രോബ്ലമാണ് നെമറ്റോഡിൻ്റെ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പം നെമറ്റോഡിൻ്റെ ഇഷ്യൂ നമ്മുടെ വാഴേൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് ജാഫർ ഖാൻ്റെ തോട്ടമാണിത്. അപ്പം ഇത് നന്നായിട്ട് നോക്കുന്ന ഒരു തോട്ടമായിരുന്നു. പെട്ടെന്നായിരുന്നു ഈ ഒരു ഇൻഫെക്ഷൻ കയറി വന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കരിച്ചിൽ നമ്മളിങ്ങനെ കയറി വരുന്നു അല്ലേ ജാഫർക്ക? അല്ലേ, ഇത് കണ്ടു അല്ലേ? ഇത് കണ്ടു ഒരു മഞ്ഞളിപ്പ് കയറി വരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ തടേൻ്റെ അടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചീഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ തട മൊത്തമായിട്ടൊരു പിങ്കിഷ് കളറിലേക്ക് ഇങ്ങനെ മാറി വരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയാണ്. ഇതെല്ലാ ഭാഗത്തും ഇല്ല. നമ്മളിപ്പോൾ എത്ര വെച്ചിട്ടുണ്ട് വാഴ? ഏകദേശം 3000 വാഴേൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. 3000 വാഴേൻ്റെ അകത്ത് വെച്ച ഒരു ഭാഗം മാത്രം, നമുക്ക് വെള്ളം കെട്ടിക്കുന്ന ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ അതിന് വന്ന ഉടനെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഇലയുടെ അറ്റത്ത് ചെറുതായിട്ട് ഇതേപോലെയുള്ള ഒരു പുള്ളിക്കുത്ത് പോലെ വരുന്നു. ഇങ്ങനെ കരിച്ചിൽ സ്റ്റാർട്ടാവും, സൈഡിൽ കൂടി ഇങ്ങനെ കരിച്ചിൽ സ്റ്റാർട്ടാവും. അങ്ങനെ സ്റ്റാർട്ടായിട്ട് വരുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നോക്കേണ്ടത് എന്താ വെച്ചാൽ വേര് നോക്കണം. ഒക്കെ വരും. നമ്മൾ നോക്കേണ്ടത് വേരായിരുന്നു. നമുക്ക് നന്നായിട്ട് വന്നൊരു വേരായിരുന്നു. കണ്ടില്ലേ? ഇതേപോലെ 4 വേരുകളൊക്കെ കയറി വന്നിട്ടുള്ള ഒരു വേരായിരുന്നു. ഈ വേര് നമുക്ക് എന്തായി, ഈ നെമറ്റോഡിൻ്റെ ആക്രമണത്തോടു കൂടി നമുക്ക് പോയി. ഈ വന്നതിൻ്റെ അകത്ത് നിങ്ങളിപ്പം ഇത് കണ്ടില്ലേ, അറ്റത്ത് ഇങ്ങനെ ഉണ്ടയായിട്ട് കണ്ടോ? ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ബനാനയ്ക്ക് വരുന്ന ഒരു നെമറ്റോഡാണ്. ബെറോയിൻ നെമറ്റോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നെമറ്റോഡാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ബെറോയിൻ നെമറ്റോഡ് ഉണ്ട്, അതേപോലെ തന്നെ റൂട്ട് നോട്ട് നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ വേര് ഇങ്ങനെ കെട്ടിയിട്ട മാതിരിയുള്ള ഒരു നെമറ്റോഡ്, ഇതൊക്കെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു 4 വേരിൻ്റെ അകത്ത് നമുക്ക് കണ്ടോ അതേപോലെ കെട്ടിയിട്ട മാതിരി വന്നുണ്ടോ? ഇതാണ് നമുക്ക് വളംവലിയം വേര്. ആ വളംവലിയം വേര് നമുക്ക് എന്തായി, കെട്ടിയിട്ട പോലെയായി വരിക. അതേപോലെ നമുക്ക് പുതുതായിട്ട് വന്ന വേരുകളൊക്കെ നഷ്ടപ്പെട്ടു. ഇത് നമുക്ക് വന്ന വേരിൻ്റെ അകത്ത് കണ്ടോ കറുപ്പ് കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഈ വേര് നമുക്ക് പൊട്ടിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാം. ഒരു സൈഡിൽ പിന്നെ ഉള്ളിൽ മൊത്തമായിട്ട് റെഡ് കളറിൽ അങ്ങ് ഇതായി പോയിട്ടുണ്ട്, അഴുകി പോയിട്ടുണ്ടാവും. സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ബ്ലാക്ക് കയറി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും എടുക്കില്ല. അതായത് നമുക്ക് വേണ്ട ഇതിൻ്റെ അകത്ത് എടുക്കേണ്ട സംഗതിയുണ്ട്, മൂലകങ്ങൾ, ഇതൊന്നും എടുക്കില്ല. എടുക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ വാമച്ചിലീൻ്റെ കൂടെ നെമറ്റോഫ്രീ, അത് വെർട്ടിസിലിയം ചാമിഡോസ്പോറിയം, അത് നമുക്ക് കൂട്ടിക്കൊടുക്കാം. അത് നമ്മളെന്താ വെച്ചാൽ ഇങ്ങനെ ബാധ്യതയുള്ള സ്ഥലമാണ് എങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് 1 or 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ അകത്ത് നിന്ന് ഒഴിവായി കിട്ടാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മൾ കെമിക്കലിലേക്ക് തന്നെ പോകേണ്ടി വരും. നല്ല രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കെമിക്കലിലേക്ക് വരും. അപ്പോൾ കെമിക്കൽ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കെമിക്കലിൻ്റെ കൂടെ നമ്മുടെ ബയോ ആയിട്ടുള്ള ഈ നെമറ്റോഫ്രീ എന്ന് പറയുന്നത് വെർട്ടിസിലിയം ചാമിഡോസ്പോറിയം, അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ അത് നമുക്ക് പരിഹാരം കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇന്ന് ഒരുവിധം എല്ലാ വാഴ കർഷകരും, നമ്മളെടുത്ത് മാത്രമൊന്നല്ല, ഒരുവിധം എല്ലാ വാഴ കർഷകരെടുത്തും ഈ ഒരു സമയത്ത് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഇഷ്യൂവിനെ പറ്റി നമുക്ക് നമ്മുടെ പ്രേക്ഷകരായിട്ട് നമ്മളിന്ന് പങ്കുവെച്ചതാണ്. അപ്പോൾ വേറൊരു വീഡിയോൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ വിവരമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.